ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാനഡയിലുള്ള ഞങ്ങൾ ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ വീഡിയോ എങ്ങനെ എടുക്കുന്നു എന്നല്ലേ. എൻ്റെ അമ്മയും അച്ഛനും ലണ്ടനിൽ പോയേക്കുവാണ്. എൻ്റെ അനിയത്തിക്ക് കോൺവെക്കേഷനാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ലണ്ടനിലോട്ട് അവർ കുറച്ച് ദിവസം മുമ്പ് പോയി. രണ്ടുപേര് റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് UK ഇങ്ങനെ വഴി കൂടെ നടക്കുകയാണ്, തേരാ പാര. അതിൻ്റെ കൂട്ടത്തിൽ അവർ ഒരു ഫാമിലും പോയി. അമ്മ എങ്ങനെ ചെറി പറിക്കാൻ റെഡിയായിട്ട് ഓരോരോ ചെറിക്കൊലയായിട്ട് ഇങ്ങനെ ഇടുകയാണ്. അപ്പോഴത്തേക്കും ഡാഡിയും വന്നു. ഡാഡി പറിക്കാൻ റെഡിയായി. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെറി പിക്കിങ്, സ്ട്രോബെറി പിക്കിങ് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ചിലയിടത്തൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇവർ പോയ ഈ ഫാമിലാണെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. പാറുവിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബോക്സ് കണ്ടോ? ഈ ബോക്സ് നിറയെ നമുക്ക് ചെറി പിക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇത് ഒരാൾക്കാട്ടോ. അങ്ങനെ ഇവർക്ക് 3 പേർക്കും സെപ്പറേറ്റ് ആയിട്ട്, എൻ്റെ അനിയത്തി അച്ഛനും അമ്മയാണ് പോയത്, അവർക്ക് 3 പേർക്കും സെപ്പറേറ്റ് ആയിട്ട് 3 ബോക്സ് പിക്ക് ചെയ്യാം. അതേ ഫാമിൽ അടുത്ത ഫ്രൂട്ടാണ് റെഡ് കറണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഫ്രൂട്ടിനെ പറ്റി ഞാൻ കേൾക്കുന്നത് ഇന്ന് അമ്മ പറയുമ്പോഴാണ്. അമ്മ പറഞ്ഞു അമ്മ ഇതിനെപ്പറ്റി കേൾക്കുന്നത് പാറു പറഞ്ഞിട്ടാണ്. ഇതിൻ്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, റെഡ് കറണ്ട് എന്നാണ്. അവർക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഇത് കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ ഇങ്ങനെ കുഞ്ഞി തക്കാളി പോലെ നിൽക്കത്തില്ലേ, അതുപോലെ തോന്നും. പക്ഷെ ഇത് ശരിക്കും നല്ല മധുരമുള്ള ഫ്രൂട്ടാണെന്നാണ് അവർ പറഞ്ഞത്. ഫുൾ കേട്ടറിവാണ് കേട്ടോ. ഇത് ഓരോന്നോരോന്ന് പറിച്ച് 3 ബോക്സ് ആക്കുന്നത് അത്യാവശ്യം വലിയ ടാസ്ക് തന്നെയാണ്. നോക്കിക്കേ, അത്യാവശ്യം വലിയ ബോക്സാണ്. അതുമാത്രമല്ല, ഇത് നമ്മൾ എത്ര പറിച്ചാലും ഇത് നിറയാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഇവർ പിക്ക് ചെയ്ത് ടയേർഡാവുന്ന ഒരു ദിവസമായിരുന്നു ഇത്. പക്ഷേ ഏറ്റവും വലുത് ഇവർ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്നുള്ളതാണ്. ഞങ്ങളുടെ ഡാഡിയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറിക്കുന്ന കണ്ടോ? അമ്മ ഒട്ടും വിട്ടുകൊടുക്കത്തില്ല. അമ്മ പിന്നെ ഓരോരോ കൊലയായിട്ടാണ്. അമ്മ എളുപ്പപ്പണി മാത്രമേ ഉള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും ഇത് ഫുള്ള് നിറച്ചിട്ടേ വീട്ടിൽ പോകൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയമാണ് എൻ്റെ ഡാഡിയെ ഇങ്ങനെ അവിടെ നിന്ന് പറിക്കാൻ ഉന്മേഷം കൊടുക്കുന്നത്. അമ്മയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ടോ? കാണിച്ചേ, കൈ കാണിച്ചേ. ഇതെന്തത്? ബ്ലൂബെറി അല്ല, ബ്ലാക്ക് കറന്റ്. നടന്ന് അവൻ ബീട്രൂട്ടിന്റെ അവിടെ എത്തി. കുറച്ച് നോക്കിയെടുക്കണമെങ്കിലും അമ്മയ്ക്ക് ലാസ്റ്റിൽ അത്യാവശ്യം വലിയ ബീട്രൂട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ അടുത്തതെടുക്കാൻ അമ്മയ്ക്കൊരു പ്രചോദനമായി. നോക്കിക്കേ, അങ്ങനെ അമ്മയ്ക്കൊരു വലിയ ബീട്രൂട്ട് കിട്ടി. അമ്മ നല്ല ഹാപ്പിയായി. അടുത്തത് ഡാഡിയുടെ ഊഴമാണ്. ഡാഡി സെലക്ട് ചെയ്തേക്കുന്നത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറിയുടെ അവിടെയും അവർ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇത് കണ്ടോ പാറുവിൻ്റെ കയ്യിലിരിക്കുന്ന ബോക്സ്? ഈ ബോക്സിൽ തന്നെ നമുക്കിത് ഫുള്ള് കളക്ട് ചെയ്യാം. മാത്രമല്ല അവിടെ നിന്ന് സ്ട്രോബെറി എത്ര വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം. പക്ഷേ ഈ സ്ട്രോബെറി കണ്ടോ, ഇതിനകത്ത് സ്ട്രോബെറി ശരിക്കും കുറവാണ്. കൂടുതലും ഫ്ലവേഴ്സും പിന്നെ അത് കിളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തുനിന്ന് അവർ നോക്കിയെടുക്കാനും കുറച്ച് ടൈം എടുക്കും. ഇവിടെ പാറു വീഡിയോ എടുക്കുന്ന തിരക്കിലും അമ്മയാണെങ്കിൽ സ്ട്രോബെറി കഴിക്കുന്ന തിരക്കിലുമാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് ഡാഡി നൈസായിട്ട് നിന്ന് ഓരോരോ സ്ട്രോബെറികൾ ഇങ്ങനെ പറിക്കുകയാണ്. നെക്സ്റ്റ് ക്യാരറ്റ് പിക്കിംഗ് ആണ്. നോക്കിക്കേ, അത്യാവശ്യം വലിയ ക്യാരറ്റാണ് ഇത്. പിന്നെ നമ്മൾ ഊട്ടി പോയവർക്ക് അറിയാമല്ലോ, ക്യാരറ്റ് നമുക്ക് ഫ്രഷ് ആയിട്ട് അവിടെയും കിട്ടും. പക്ഷെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുമോ അവിടെയെന്ന് അറിയത്തില്ല. വലിയ ഫാമായതുകൊണ്ട് തന്നെ ഒരുപാട് നടക്കാനുണ്ട്. എൻ്റെ അമ്മയും അച്ഛനും അനീതിയൊക്കെ നടന്ന് ക്ഷീണിച്ചെന്നാണ് പറഞ്ഞത്. ബട്ട് സ്റ്റിൽ ഇതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലേ, പല ഫ്രൂട്ട്സ് ഇങ്ങനെ പറിച്ച് ഫാമിൽ പോയി ഫ്രഷായിട്ട് കഴിക്കുന്നതൊക്കെ. ഈ വെജിറ്റബിളിൻ്റെ പേരാണ് സുക്കീനി. കാണാൻ കുക്കുംബർ പോലെ ഇരിക്കുമെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. നമ്മുടെ നാട്ടിൽ ഇതത്ര ഫെമിലിയർ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഇവർ സാലഡ്സും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കാണാം. ക്യാബേജ് നോക്കി പൊക്കോ. എല്ലാരും പറിച്ചു റെഡി. ഇതൊക്കെ ആണല്ലേ? ഈ വ്യൂ കിട്ടുമ്പോഴേ നമുക്കൊരു ഊഹം കിട്ടും എന്തായിരിക്കും ഡാഡി അമ്മയും പറിക്കാൻ പോകുന്നതെന്ന്. ഇത് കോളിഫ്ലവർ ആണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഫാം ഇപ്പോൾ ഓപ്പൺ ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചിലതൊക്കെ കിളുത്ത് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഡാഡി ഒരെണ്ണം കണ്ടുപിടിച്ചു. കുറച്ച് നേരമായി ഡാഡി അതുമായിട്ട് മൽപ്പിടുത്തത്തിലാണ്. അവസാനം ഡാഡിക്കൊരു ഇത്തിരി പോലെ ഉള്ള ഒരു കോളിഫ്ലവർ കിട്ടി. ഡാഡി നല്ല ഹാപ്പിയാണ്.
അടുത്തത് അമ്മയുടെ ഊഴമാണ്. അമ്മയ്ക്കും കിട്ടിയ ഒരു കുഞ്ഞു കോളിഫ്ലവർ. നോക്കിക്കേ, അമ്മയും കുറേ കഷ്ടപ്പെട്ടു അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അവസാനം അമ്മയ്ക്കും കിട്ടി. വരുന്നില്ലേ? ഓ, പരിപ്പളകോ നമ്മളെ പറ്റുന്നില്ലേ അടി? അടുത്തതായിട്ട് ഞങ്ങളുടെ ഡാഡു പറിക്കാൻ പോകുന്ന സാധനമാണ് ബ്രക്കോളി. കണ്ടോ? ബ്രക്കോളിയൊക്കെ നമ്മൾ സാലഡിൽ എപ്പോഴും കഴിക്കുമെങ്കിലും ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇവർ ഈ നടന്നു പോകുന്നത് എന്തിൻ്റെ സൈഡിൽ കൂടാണെന്ന് മനസ്സിലായി കാണുമല്ലോ, ലാവെൻഡർ. സോ അതിൻ്റെ സൈഡിലായിട്ട് ലാവെൻഡർ ഫാമും ഉണ്ട്. ഇതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. പക്ഷെ ഒരേ ദിവസം പല പല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പം ഭയങ്കര ടയറിങ് ആയിരിക്കും. കുറച്ച് നേരം വിശ്രമത്തിനായിട്ട് വേണ്ട സൂര്യകാന്തി പൂക്കളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ കപ്പിൾസ് ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. അവിടെ വെച്ച് ആദ്യമായിട്ട് വേണ്ട പാറു ക്യാമറയ്ക്ക് പിടികൊടുത്തു. ഇത്രയും നേരം വീഡിയോ എടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇതെല്ലാം അവളുടെ കയ്യിലോട്ട് വെച്ച് കൊടുക്കുന്നത് കണ്ടോ? അങ്ങനെ 10 ദിവസം കൊണ്ട് ചിലവാക്കേണ്ട കലോറി ഒരേ ദിവസത്തിൽ ചിലവാക്കി ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോയി.